once more. See to it that no one falls short of the grace of God, and that no bitter root grows up to cause trouble and defile many. Okay, we will just start with the background. Some of you might know, പരിയാരത്ത് there was ഒരു പേഷ്യന്റ് സൂയിസൈഡ് ചെയ്തായിരുന്നു. മേ ബി couple of maybe 4 months or 5 months back ഒരു പേഷ്യന്റ് സൂയിസൈഡ് ചെയ്തു. സ്റ്റിൽ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ഹാപ്പൻ. അപ്പോൾ അങ്ങനെ ഒരു ഇവന്റ് കഴിഞ്ഞ് അതിനു മുമ്പ് തന്നെ ട്രിവാൻഡ്രത്ത് ആ സൂയിസൈഡ്സ് കഴിഞ്ഞപ്പോൾ തന്നെ ഇങ്ങനെ നമ്മുടെ ഐ പി പേഷ്യൻസിലെല്ലാം കോവിഡ് ഐ പി പേഷ്യൻ്റ് എല്ലാം ഇങ്ങനെ സൈക്കാട്രിക് അസസ്മെന്റ് നടത്തണമായിരുന്നു. ഇവിടുത്തെ സൂയിസൈഡ് കഴിയുമ്പോൾ ഞങ്ങളുടെ ട്രയാജ് ഈ ജനറൽ ട്രയാജിൽ തന്നെ ഒരു സൈക്കാട്രി ഹൗസ് സർജനെ അവിടെ ഇരുത്തി അവരെ ജസ്റ്റ് ബേസിക് ആയിട്ട് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ച് സിഗ്നിഫിക്കൻ്റ് ആണ് സൈക്കാട്രി PG കണ്ട് അങ്ങനെയൊക്കെ കുറേ പ്രൊസീജിയേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് കാലം ഇങ്ങനെ നടക്കുന്നുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച മെയിൻ കോവിഡ് സൈക്കാട്രി ഡ്യൂട്ടി ആയിരുന്നു. എന്നിട്ട് നമ്മുടെ കുറച്ച് 4 ഹൗസ് സർജൻസ് അവിടെ ട്രയാജിലും ഉണ്ട്. അങ്ങനെ ആയിരുന്നു. അപ്പം അതാണ് ഇതിന് മുമ്പത്തെ ബാച്ച് കുറച്ച് ഉഴപ്പായിരുന്നു. ഇപ്പോൾ പുതിയ ബാച്ച് കയറി. ഇപ്പം ഞാൻ ഡ്യൂട്ടി ഞാൻ അവിടെ പിള്ളേരെ നിങ്ങൾ ഇരിക്കണം, ഇത് വലിയ കാര്യമാണ്, നിങ്ങൾ പറയുന്ന വാക്യം വരെ ജനറലൈസ്ഡ് റീഅഷുറൻസ്, മേ ബി ഇറ്റ് വിൽ സേവ് എ ലൈഫ്, അങ്ങനെയൊക്കെ കുറേ ഭയങ്കരമായിട്ട് കുറേ ഒരു മോട്ടിവേറ്റ് ചെയ്തൊക്കെയാണ് പിള്ളേരെ വിട്ടത്. ഒരു ദിവസം 4 മണിക്ക് ചെന്ന് നോക്കുമ്പോൾ അവിടെ പിള്ളേരില്ല, അല്ലെങ്കിൽ ഹൗസ് സർജൻ ഇല്ല. ഞാൻ ഡ്യൂട്ടി ലിസ്റ്റ് നോക്കിയിട്ടുള്ള ഹൗസ് സർജൻ എനിക്ക് ഇന്ന് വന്ന ആൾക്കാരോട് ലിസ്റ്റ് അയച്ചു തരണം, അല്ലെങ്കിൽ സ്റ്റാഫ് ആരെങ്കിലും വന്നിട്ടുണ്ടോ, സ്റ്റാഫിൻ്റെ ലിസ്റ്റ് അയച്ചു തരണം എന്ന് ഒരു മെസ്സേജ് അയച്ചു. അപ്പം ഹൗസ് സർജൻ ഇപ്പം അയക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അവിടെ ഉണ്ട്, ട്രയത്തിലുണ്ട്, ഞാൻ അവിടെ ഇരിക്കുക. ഒരു 15 മിനിറ്റായി, 30 മിനിറ്റായി. 30 മിനിറ്റ് ആയപ്പോൾ ഞാനൊന്ന് വിളിച്ചു. അപ്പം ഇപ്പം അയക്കാം. ഞാൻ ആയിക്കോട്ടെ. എന്നിട്ട് പിന്നെ 50 മിനിറ്റ് ആകുമ്പം ആൾ കയറി വന്നേക്കുന്നു. അപ്പം ഞാൻ എവിടെയാണ് ചോദിച്ചതെന്ന് പറഞ്ഞ് അത് ഞാൻ എന്താണ് പണിക്ക് പോയത് അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് എനിവേ അങ്ങനൊരു വിഷുവിനെ പിള്ളേർ അവിടെ ഇല്ല. അപ്പം ഞാൻ വാണിംഗ് പോലെയാണ്, നിങ്ങൾ ഇവിടെ കാണണം, ഇവിടെ പണ്ടത്തത്രയും തിരക്കൊന്നുമില്ല, ഇവിടെ കാണണം, ഇമ്പോർട്ടൻ്റ് ആണ്, നിങ്ങൾക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, സിൻസിയർ അങ്ങനെയൊക്കെ കുറേ പറഞ്ഞ് മറ്റേ കൂടെയുള്ളൊരു കൊച്ചിനെ കൊണ്ട് വിളിപ്പിച്ച് അങ്ങനെ പറഞ്ഞിരുന്നതാണ്. 2 days later 2 ദിവസം കഴിഞ്ഞപ്പോഴും സെയിം ഇൻസിഡൻറ്റ്. ഇതിപ്പോൾ നേരത്തെ 50 മിനിറ്റ് ആയിരുന്നെങ്കിൽ അടുത്ത ആൾ 1.5 മണിക്കൂർ. ഞാൻ അവിടെ അവിടെ ഞാൻ ട്രയലിൽ പോസ്റ്റ് ആയിട്ടിരിക്കുകയാണ്, അവസരം അവിടെ ഇല്ല. 10 മിനിറ്റ് വരും, അര മിനിറ്റ് ഇതില്ല, 1.5 മണിക്കൂറായിട്ടും ആളില്ല. ഞാനിപ്പോൾ 3 പിള്ളേരെ വിളിച്ച് പറഞ്ഞു, പിള്ളേരെ ഇത് നിങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണം, ഇങ്ങനെ ചെയ്യണമെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറയാം എന്തായാലും എന്താ പറയുന്നത്, ഇത് പിള്ളേർ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾട്ടർനേറ്റ് ഡേ പോലെയാണ്. ഒരു ദിവസം ട്രയൽ ആണെങ്കിൽ അടുത്ത ദിവസം അവർക്ക് വലിയ പണിയില്ല, അതിൻ്റെ അടുത്ത ദിവസം അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഇനി മുതൽ 6 മണിക്കൂർ അങ്ങനെ വെച്ചിരുന്നാൽ മതി എന്ന് പറഞ്ഞ് വിട്ടു. അടുത്ത ദിവസം പക്ഷേ ഞാൻ ഉച്ചയ്ക്ക് അവിടെ പോയപ്പോൾ രാവിലത്തെ ആൾ തന്നെ ഇരിക്കുന്നത്. ഞാനൊരു 1 മണിക്കൂർ അവിടെ ഇരുന്ന് എന്താ അടുത്ത ആൾ വരുന്നില്ല, അല്ല ഇന്ന് ഞാൻ ഫുൾ ടൈമാണ്. അപ്പം സംഭവം ചോദിച്ചപ്പം നമ്മൾ പറഞ്ഞതൊന്നും കേട്ടില്ല, പണ്ടത്തെ പോലെ തന്നെയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ദാറ്റ് ടൈം ഐ ഫീൽ എ ബിറ്റ് ഹേർട്ട്, ഐ ഫെൽറ്റ് എ ബിറ്റ് ഹേർട്ട്. ഓക്കെ, ഇതൊരിപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഞാൻ ഐ ജസ്റ്റ് നൗ ഗോ ടു ദ എന്താ പറയുക സ്പിരിച്വൽ ആസ്പെക്ട്. സി നമുക്ക് ഗ്രേസ് മേഴ്സി, സം വേർഡ്സ് ദാറ്റ് വി യൂഷ്വലി ഹിയർ. ഓക്കെ, ഗ്രേസ് ആൻഡ് മേഴ്സി. ഓക്കെ, ഗ്രേസ് ഹാസ് നമുക്ക് വേണമെങ്കിൽ ഒരു ആക്രോണിം പോലെ എടുക്കാൻ ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ്. ഗോഡ്സ് റിച്ചസ് അറ്റ് ക്രൈസ്റ്റ് എക്സ്പെൻസ് എന്ന് വേണമെങ്കിൽ ആക്രോണിം പോലെ മറ്റേ എക്സ്പാൻഡ് ചെയ്യാം. ഇൻ ഷോർട്ട്, ഗ്രേസ് ഈസ് റിസീവിങ് സംതിങ് വി ഡു നോട്ട് ഡിസേർവ്. Salvation, we are all sinners, we have all have sinned and fallen short of the glory of the Lord, but the name is through grace or God's riches at Christ's expense. Okay, that we receive salvation. Appo adana grace. But mercy, okay, mercy is not receiving something, or specifically punishment, not receiving the punishment that we deserve. ഈ ഒരു സർക്കംസ്റ്റൻസ് അവസാനം ഒരു വാണിംഗ് കൊടുത്തു, രണ്ടാമതും വീണ്ടും അതുപോലെ തന്നെ കാണിച്ചു, മൂന്നാമതും ഇപ്പൊ പറഞ്ഞ പോലെ വേണ്ട ചെയ്തില്ല. അപ്പം എൽഫിനപ്പം അങ്ങനെ ഒരു PG ആണ്, വാട്ട് വിൽ ബി മേഴ്സി ഹിയർ. അപ്പം PG പറഞ്ഞൊന്നും ചെയ്തില്ല, നേരെ ഓപ്പോസിറ്റ് കൊണ്ട് ചെയ്തു. അതിൽ വാട്ട് ഈസ് ജസ്റ്റിസ് ഹിയർ, വാട്ട് ഈസ് മേഴ്സി ഹിയർ? എൽഫിൻ പറയാമോ? ജസ്റ്റിസ് എന്തായിരിക്കും? ഫയർ ഓൾറെഡി ചെയ്തു, ഫയർ തലേ ദിവസം ചെയ്തു, ഫയർ ഇഫക്റ്റ് ഒന്നും ഉണ്ടായില്ല, അടുത്ത ദിവസം സെയിം പരിപാടി തന്നെ. ഡിപ്പാർട്ട്മെന്റിൽ
ഡിപ്പാർട്ട്മെന്റ്. അപ്പം അതാ പറയുന്നത്, ജസ്റ്റിസ് അല്ലെങ്കിൽ ശരിക്കും ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കണം. കാരണം HOD അറിഞ്ഞിരിക്കണമല്ലോ പിള്ളേർ ഇങ്ങനത്തെ പരിപാടി. അതാണ്. പക്ഷെ അപ്പം that's a punishment. That could be a punishment. So mercy here would be not reporting to the HOD. Mercy here would be not reporting to the HOD. But what would be grace? ഈ ഒരു ജെൻസി എന്ത് പറയുന്നു? ഓക്കെ, ഇതിപ്പം HOD പറഞ്ഞില്ല, ദാറ്റ് ഈസ് മേഴ്സി. ബട്ട് അത് മാത്രമല്ല, വാട്ട് വുഡ് ബി ഗ്രേസ് ഇൻ ദിസ് ഒക്കേഷൻ? ജെൻസി? They don't get any punishment in spite of reporting. എന്തോ? They don't get any punishment. I mean, they don't get any punishment. Okay, yeah, in a sense that not only just ഒന്നും ഉണ്ടല്ല, forgiving them and telling them, okay, ഇങ്ങനെയൊക്കെയാണ് എനിക്ക് അറിയാം, ഇവിടെ ഒരു ട്രാജഡി വന്നിരുന്ന് ഒരു 12 hours അവിടെ ഇരുന്ന് ഇങ്ങനെ വേണമെങ്കിൽ പിന്നെ അവരോട് ആത്മഹത്യാ പ്രവണത ഉണ്ടോ, നിങ്ങളുടെ കുടുംബത്താരയിൽ ആത്മഹത്യ ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് ഡിഫിക്കൽട്ടാണെന്ന് എനിക്കറിയാം, പക്ഷേ വേറെ ഇതില്ല, അങ്ങനെയൊക്കെ എമ്പതൈസ് ചെയ്ത് കുറച്ച് സമാധാനിപ്പിക്കാം. ദാറ്റ് വിൽ ബി ഗ്രേസ്. പക്ഷേ ഈ ഒരു പ്രോബ്ലം ഇതായിരുന്നു, ഞാനിപ്പം okay, I could not bring myself to exhibit grace. So here in this situation, my ego was hurt. The only reason I didn't report to the HOD was because I thought HOD will take it to mean that PGs monitor ചെയ്യുന്നില്ലായിരുന്നു എന്ന് തോന്നുന്നു. അതുകൊണ്ട് so here in this situation I could only show a diluted form of mercy. A diluted form എന്ന് പറയാം. HOD പറഞ്ഞില്ല, സംബന്ധിച്ചു. പക്ഷെ അതിന്റെ റീസൺ മോട്ടീവ് വേറെ ആയിരുന്നു. പറഞ്ഞാൽ എനിക്ക് കിട്ടുന്നവരൊക്കെ കിട്ടും, അതുകൊണ്ടാണ് ഡയലൂട്ടഡ്. ദാറ്റ് വാസ് എ ഡയലൂട്ടഡ് ഫോം ഓഫ് മെർസി, ബട്ട് ഡെഫിനറ്റ്ലി ഐ വാസ് നോട്ട് ഏബിൾ ടു ഷോ ഗ്രേസ്. Okay, but then again, what does Hebrews 12:15 says? Hebrews says, see to it that no one falls short of grace of God, and that no bitter root grows up to cause trouble and defile many. Anyway, see, ഈ ബ്രദർ രാജ്കുമാറിന്റെ കുറെ മെസ്സേജ് ബ്രദർ രാജ്കുമാർ ഇങ്ങനെ പറയും, ബിറ്റർനെസ്. Okay, bitterness is like drinking poison yourself and expecting the other person to die of it. Okay, you drink poison yourself and expect the other person to die of it because you taking poison. That is very എന്താ പറയുന്നത്, ഭയങ്കര അപഹാസ്യം അല്ലെങ്കിൽ ഭയങ്കര പൊട്ടത്തരമായിട്ട് തോന്നും. ബട്ട് ദാറ്റ് ഈസ് ബിറ്റർനെസ് ആക്ച്വലി എന്താ പറയുന്നത്, നമ്മളെ തന്നെയാണ് അത് ഈറ്റപ്പ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മളെ തന്നെയാണ് ഹാം ചെയ്യുന്നത്. ബട്ട് ദെൻ വി എക്സ്പെക്ട് ദ അതർ പേഴ്സൺ ടു പക്ഷെ നമുക്കുണ്ട് ഇറ്റ്സ് നോട്ട് സംതിങ് ഈസി. ബിറ്റർനെസ് പ്രത്യേകിച്ച് ഇപ്പം എക്സ്പെഷ്യലി ഇപ്പം നമുക്കിപ്പം കെയർ ചെയ്തു അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെ ഉള്ളത് നമ്മൾ ബിറ്റർ ആകത്തുള്ളൂ. നമ്മളിപ്പോൾ ഇൻഡിഫറൻ്റ് ആയിട്ടുള്ള ആൾക്ക് വി മേ നോട്ട് ബി ബിറ്റർ, ബട്ട് അങ്ങനെയല്ല പറയുന്നത്, ഷുഡ് നോട്ട് ബി ബിറ്റർ. സി സോ anyway, ഈ ഒരു ഇൻസിഡന്റിൽ ഐ ബിലീവ് ദാറ്റ് ഗോഡ് യൂസസ് ആസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ടീച്ച് മീ സംതിങ് അബൌട്ട് ഗ്രേസ് ആൻഡ് സി. ഇപ്പം അതിപ്പോൾ എന്തായാലും ആട്ടെ, ഞാൻ പിള്ളേരോട് പറഞ്ഞു നിങ്ങൾ ഈ ചെയ്തോട് ഒട്ടും ശരിയായില്ല, ഞാൻ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞ് ഞാൻ മേളിലോട്ട് വാർഡിലോട്ട് പോയി. അപ്പം തന്നെ വേറൊരു കൺസൾട്ടേഷൻ കൺസൾട്ടേഷനിൽ രാവിലെ ഓൾറെഡി കണ്ട പേഷ്യൻ്റ് വീണ്ടും കൊണ്ട് കൺസൾട്ടേഷൻ വെച്ചേക്കുന്നു. ഇപ്പം എന്തോ ഒരു സെഡേറ്റീവ് ഇഞ്ചക്ഷൻ കൊടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ ചോദിച്ചപ്പോൾ കൺസൾട്ടേഷൻ റെഫറൻസ് എഴുതിയിട്ടില്ല. സംഭവം എന്താണെന്ന് എനിക്ക് പറയുന്നത്, രാവിലെ അവരോട് ചോദിച്ചു, മരുന്നൊന്നും വേണ്ടെന്നാണ് പറഞ്ഞത്. അൺഫോർച്ചുനേറ്റ്ലി പുതിയൊരു മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017 പ്രകാരം ഇങ്ങനെ പ്രോക്സി മെഡിക്കൽ അങ്ങനെയൊന്നുമില്ല. ഒന്നെങ്കിൽ പേഷ്യന്റ് സമ്മതിക്കണം, അതല്ലെങ്കിൽ എക്സ്പ്ലിസിറ്റ് ക്ലിയർ കട്ട് ആയിട്ട് പേഷ്യന്റ് സൈക്കോട്ടിക് ആണ് അല്ലെങ്കിൽ കപ്പാസിറ്റി ടു മേക്ക് ഹെർ ഓൺ ഡിസിഷൻസ് ഇല്ല എന്ന് പ്രൂവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നോമിനേറ്റഡ് റെപ്രസെൻറ്റേറ്റീവിന്റെ കൺസെന്റോടുകൂടി മരുന്ന് കൊടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പം അതല്ല, ഒരു ലേഡിയാണ്, പോസ്റ്റ്മോർട്ടം ലേഡിയാണ്, പിന്നെ പോസ്റ്റ്മോർട്ടം ലേഡിയും പിന്നെ അവരുടെ മദറും ഉണ്ട്. പോസ്റ്റ്മോർട്ടം ലേഡി കോവിഡ് പോസിറ്റീവ് ആണ്. ലേഡിക്ക് ഞാൻ നോക്കി കപ്പാസിറ്റി ഉണ്ട്, പക്ഷെ എന്താ കുറച്ചൊരു ഓഡ് ബിഹേവിയർ ആണ്. അപ്പം പക്ഷേ ലേഡി മരുന്നൊന്നും വേണ്ടെന്ന് പറഞ്ഞു, മദറും വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ട് വന്നു. പക്ഷെ ഇപ്പോൾ വീണ്ടും കൺസൾട്ടന്റ് വിളിച്ചേക്കുന്നു. ഞാൻ ഇഞ്ചക്ഷൻ എഴുതാനാണ് പറഞ്ഞത്, പക്ഷേ ഈ പറഞ്ഞ പോലെ കൺസൾട്ടേഷൻ എഴുതിയിട്ടില്ല. കൺസൾട്ടന്റിനെ വിളിച്ചു, ക്ലാരിഫൈ ചെയ്യാൻ പറ്റിയില്ല കോള്. ഞാനപ്പം കുറച്ച് ഇപ്പം ഈ താഴെ പിള്ളേരിങ്ങനെ കാണിച്ചിട്ട് ഞാൻ കുറച്ച് ദേഷ്യത്തിലിരിക്കുമായിരുന്നു. ഞാൻ അവിടുത്തെ എനിവേ റിയസ് ദ പേഷ്യന്റ് ആസ് എ ബിറ്റ് റൂഡ്, ദാറ്റ് വാസ് മൈ ഫോൾട്ട്. അതാണ് പറഞ്ഞത്. In this case, there was bitterness. So I'm just going to say that ഞാൻ ഇപ്പം ഈ കണ്ട മെസ്സേജ് മൊത്തം എടുത്തിട്ടാണ് ആ സമയത്ത് there was some bitterness in me, and അവസാനം കിട്ടേണ്ട ഡോസ് മൊത്തം പേഷ്യന്റ് കേട്ടു. Anyway, I was emotionally compromised. I got angry at the ward staff, and as the patient also as a bit rude. It was my fault. എങ്ങനെയോ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പം വാർഡ് സിസ്റ്റർ എനിക്കൊരു ചെറിയൊരു തലയിഷ്യൂ ഉണ്ടായി, അതുകൊണ്ടാണ് സോറി പറയാം, പേഷ്യനോടൊന്നും പറയാം. 3 ദിവസം കഴിഞ്ഞപ്പം 3 days later I get a call from സൈക്കാട്രിയിൽ ഞങ്ങളുടെ കൺസൾട്ടന്റ് വിളിച്ചിട്ടുണ്ട്, എടാ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നോ, അവിടുത്തെ OBG കൺസൾട്ടന്റ് എന്തോ വിളിച്ച് ചോദിച്ചില്ല, അതെന്താ ഉണ്ടായത്. ഫസ്റ്റ്
when he started talking, initially I became very defensive. അതൊന്നുമില്ല, കപ്പാസിറ്റി ഇല്ലായിരുന്നു, മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് പറഞ്ഞു തുടങ്ങി. ഒരു അരമണിക്കൂറായി, 3/4 മണിക്കൂറായി. ഇങ്ങനെ ഈ അരമണിക്കൂർ 3/4 മണിക്കൂർ ഡയലോഗ് എന്ന് പറയുമ്പോൾ ഏത് സാറാണ് എൽഫിനെ, ഏത് സാറായിരിക്കും അരമണിക്കൂർ 3/4 മണിക്കൂർ ലെക്ചർ? എൽഫിൻ എന്ത് പറയുന്നു? സൈക്കാട്രിയിൽ ഏത് സാറായിരിക്കും അരമണിക്കൂർ 3/4 മണിക്കൂർ ലെക്ചർ? എൽഫിനെ ഹലോ, കേക്കാവോ? കേക്കാം. അരമണിക്കൂർ 3/4 മണിക്കൂർ ലെക്ചർ തരുന്ന ഏത് സാറാണ്? അത് തന്നെ, റൈറ്റ് ഓൺ. അരമണിക്കൂറായി 3/4 മണിക്കൂർ, ഉച്ചയ്ക്ക് ആഹാരം കഴിച്ചിട്ടില്ല. എനിക്ക് മനസ്സിലായി, ഞാൻ ഇങ്ങനെ ഡിഫെൻഡ് ചെയ്തുകൊണ്ട് പോയി. ഞാൻ ഇന്നാലും ഉച്ചയ്ക്ക് കഴിക്കാനൊന്നും പോകുന്നില്ല. അപ്പൊ ഞാൻ സോറി സാർ, എന്റെ ഫോൾട്ട് തന്നെയാണ്, ഞാൻ പോയി OBGയോട് എന്റെ ഫോൾട്ട് അങ്ങനെ പറഞ്ഞോളാന്ന് പറഞ്ഞു. എനിവേ ഞാനിപ്പം OBG പോയി ഇങ്ങനെ അപ്പോളജൈസ് ചെയ്തു. ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ എന്നെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ മറ്റേ സങ്കീർത്തനം 90 91 ഒക്കെ ചൊല്ലിയിട്ടാണ് ദൈവമേ എനിക്ക് ഓൾറെഡി ചെവി നിറച്ച് കിട്ടി, ഇനി രണ്ടാമത് വീണ്ടും ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞു. എനിവേ OBG കൺസൾട്ട് വാസ് നൈസ് ഒന്നും പറഞ്ഞില്ല, ജസ്റ്റ് എടുത്ത് ഐ നീഡ് ടു യൂസ് മൈ വേർഡ്സ് ബിറ്റ് മോർ കെയർഫുള്ളി അങ്ങനെ പറഞ്ഞു. അഗെയിൻ ഐ ഷുഡ് സേ ദാറ്റ് ഗോഡ് ഹിയർ ഇൻ ദിസ് സിറ്റുവേഷൻ ഗോഡ് ഗേവ് മീ ദ ഗ്രേസ് ടു റിമെയിൻ സൈലന്റ്. ഇപ്പൊ ഞാൻ അവിടെയും ഡിഫെൻസീവ് ആയിരുന്നെങ്കിൽ പ്രോബ്ലി they also would have got offended. This time I was silent. ഇപ്പൊ എന്റെ കൺസൾട്ടിനോട് ഞാൻ കുറച്ച് ആർഗ്യൂ ചെയ്തു. OBG കൺസൾട്ടിനോട് I was silent, and towards the end I said sorry madam and that was over. ആ ഒരു ഇഷ്യൂ അവിടെ സോൾവ് ആയി. Had I tried defending myself, it doesn't matter whether right or wrong, the issue would have escalated to a very ugly level. ഇപ്പം some of you might know, ഒരു very prominent ഒരു department, there are some issues in Pariyara. Anyway, I'm just saying that don't defend yourselves to an extent that it can be ugly or it can കുറച്ചൊരു ഡിഫിക്കൽട്ട് ആണെന്ന് പറയുന്നില്ല. ഒന്ന് പറയാ, എനിക്ക് ഞാൻ അറിഞ്ഞില്ല, അതല്ല എന്റെ ഫോൾട്ട് ഒന്ന് പറയാ. ആഫ്റ്റർ ദാറ്റ് easiest thing to say would be sorry sir, sorry madam, I won't repeat. Even whether probably maybe after a month or two on, they will come to know that okay, there was nothing wrong, and they'll have a good opinion of you. കേട്ടാ, ഇത് പുതിയ അജീത് അല്ല, വേറെ ഹൗസ് കയറാനിരിക്കുന്ന ആരും ഇല്ലല്ലോ. ഓക്കെ, ഗീരിക നിങ്ങൾക്ക് ഇതാണ് പുതിയ പിള്ളേർ. ഓക്കെ, ഹൗസ് സർജൻസ് കയറാനിരിക്കുന്നതാണ് നിങ്ങൾ പറയുക. എന്തെങ്കിലും യു മൈറ്റ് നോട്ട് ഹാവ് ഡൺ സംതിങ് ആക്ച്വലി റോങ്, ബട്ട് ഇഫ് സംവൺ അക്യൂസസ് യു, ഫസ്റ്റ് യു ഡോണ്ട് നോ, രണ്ടാമത്തെ തന്നെ ഇങ്ങനെ പറഞ്ഞ സോറി സാർ, സോറി എന്ന് പറഞ്ഞാൽ ദാറ്റ് വിൽ ബി ദ എൻഡ് ഓഫ് ഇറ്റ്. അതർവൈസ് ദ ഇഷ്യൂ വിൽ കീപ് ഓൺ ഗോയിങ്. See, anyway, I took it to mean that after this incident, I realized, see, it is very hard for us not to defend ourselves. ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഇങ്ങനെ ഒരു അക്യൂസ്, ഇറ്റ് ബി വെദർ റൈറ്റ് ഓർ റോങ്, വാട്ട് എവർ ഇറ്റ് ഇസ് വെരി ഹാർഡ് ഫോർ us not to defend our and sometimes to an ugly extent. ഇപ്പൊ താഴെയാണെങ്കിൽ ഞാൻ ഹൗസിനോട് പോയി എന്താണ് മറ്റേ ആൾ ഇരിക്കാന്ന്, അപ്പം എന്നോട് പറഞ്ഞിട്ട് മറ്റേ വേറെ ആൾ ഇരിക്കാൻ ഞാൻ എന്ത് ചെയ്യാനാ, ഇങ്ങനെയൊക്കെ. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ഫോർ us to not defend our, and this house inside they are also doing the same. See, and I, okay, myself, even though a believer, and took it to heart, and I had bitterness, and my demeanor changed that day, was rude to another patient. That all shows that there is some problem with my demeanor. അപ്പം പറഞ്ഞ എത്രേ ഉള്ളൂ. I was able to, and anyway, this was a learning experience, so അടുത്ത ദിവസം പോയി ഞാനിങ്ങനെ കഴിഞ്ഞത്, what would be grace would be telling those kids, okay, I understand, okay, I know this is a problem, but this needs to be like that. So the next day I was able to meet the same person and said, see, ingenake oru sambhavam undai. Anyway, I kept silent and things went on. I just want to tell you that I understand, but next onwards be careful. And ഇങ്ങോട്ട് അപ്പോളജൈസ് ചെയ്തു. ഇങ്ങോട്ട് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെയാണ് സംഭവമാണ്, ഞങ്ങളുടെ ഈ പറഞ്ഞ കൊറോണ വന്നപ്പോൾ ഇത് മറ്റേ എക്സ്പോഷർ കിട്ടുന്നില്ല അങ്ങനെയൊക്കെ. എനിവേ ആ ഒരു ഇഷ്യൂ അന്ന് അവിടെ സോൾവ് ആയി. സി, let's read Matthew chapter 18. Matthew chapter 18 verse 21. Matthew chapter 18 verse 21-22. It says, then Peter came up and said to him, Lord, how often shall my brother sin against me and I forgive him? As many as 7 times? Then Jesus replied to him, I do not say to you 7 times, but 70 times 7. Okay. Jinsi, what would that mean? 70 times 7, അപ്പം 49 times 490 times ആണോ? Does that limit 490 ആണോ അതോ വേറെ എന്തെങ്കിലും കണക്കാണോ? What do you feel? I think it's limitless. Yeah, it is limited. What exactly probably meaning is, ഇപ്പൊ see, ഒരു തവണ പറഞ്ഞു ഇങ്ങനെ അഗെയിൻ 490 ഒക്കെ ആവുമ്പോഴത്തേക്കും നേരത്തെ ആദ്യം ക്ഷമിച്ച് തന്നെ മറന്നു പോകും. അതന്നെ. സോ ഇറ്റ്സ് ഇൻ സെൻസ് ലിമിറ്റ്ലെസ്.
forgiveness എന്ന് തന്നെയാണ് പറയുന്നത്. സോ again I repeat, grace is receiving something that we do not deserve, and mercy is not receiving that punishment which we actually deserve. So let's read 1 Timothy chapter 1 verse 13 onwards. 1 Timothy chapter 1 verse 13 onwards. Okay, he writes, even though I was once a blasphemer and a persecutor and a violent man, I was shown mercy because I acted in ignorance and unbelief. The grace of our Lord was poured out on me abundantly, along with the faith and love that are in Christ Jesus. Here is a trustworthy saying that deserves full acceptance. Christ Jesus came into the world to save the sinners, of whom I am the worst. But for the very reason I was shown mercy, so that in me, the worst of sinners, Christ Jesus might display his immense patience as an example for those who would believe in him and receive eternal life. Okay. കുറെ കാര്യങ്ങൾ ജസ്റ്റ് റീഡ് ഇറ്റ്, ജസ്റ്റ് ഗോ ആൻഡ് റീഡ് ഇറ്റ് അപ്പ്. ഞാനിപ്പോൾ ഒരു ഔട്ട് ഓഫ് കോണ്ടാക്ട് ഒരു പാസേജ് പറഞ്ഞു, ബട്ട് മേ ബി ഫസ്റ്റ് ടൈം go and read up 1 Timothy chapter 1 today. 1 Timothy chapter 1, see, I was shown grace, I was the worst of sinners, but God chose to be patient with me. God chose to be patient with me so that I'll become an example for others. Like that. But നമ്മളാണെങ്കിൽ we are also asked to forgive as Christ forgive. It is very difficult. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇപ്പം when we invest in people, when we എന്താ പറയുന്നത് have bigger aspirations of people, obviously when they let us down, we'll feel hurt, and bitterness is very possible, but we'll have to learn, we'll have to learn to surpass that. See, James chapter 2 verse 13 says, mercy triumphs over judgment. Okay, ഇതിപ്പോ എൻ്റെ ഒരു one of the core എന്താ പറയുന്നത് ഒരു കോർ ഗൈഡിംഗ് പ്രിൻസിപ്പിൾ. ജെയിംസ് ചാപ്റ്റർ 2 വേഴ്സ് 13, mercy triumphs over judgment. ഓക്കെ, അതൊരു ഓക്കെ ഞാനിപ്പോ ഒത്തിരി എക്സ്പ്ലെയിൻ ചെയ്യണം, ബട്ട് കീപ് ദിസ് ഇൻ മൈൻഡ്. mercy triumphs over judgment. ഓക്കെ, റൈറ്റ്. ആൻഡ് ഓക്കെ, ഇനി നോക്കട്ടെ, ആർക്കെങ്കിലും ഞാൻ ഇത്ര പറഞ്ഞു, എനിക്കൊരു another 10 minutes or something. I have 10 minutes of talk left. Anything to add? Any of you have any similar circumstances where you first initially you thought you are doing justice, but later you understood you are neither showing mercy nor grace, but grace of God? അങ്ങനത്തെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസ് എന്തെങ്കിലും ആർക്കെങ്കിലും പറയാനുണ്ടോ? Or something, what does this statement mean to you? Mercy triumphs over judgment. James 2:13. What does that statement mean to you? നോക്കട്ടെ, അജിത് എന്ത് പറയുന്നു? mercy triumphs over judgment, അതെന്ത് പറയുന്നു? ഹലോ, ഗീരിക എന്ത് പറയുന്നു? mercy triumphs over judgment. അതാ പറഞ്ഞു, ഈ ഒരു what will you make out of this statement as in mercy triumphs, അല്ലെങ്കിൽ mercy triumphs or mercy triumphs over judgment? What will that mean? എന്ത് വന്നാലും സമാധാനമായിട്ട് അത് സോൾവ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ഇപ്പം ഗീത ഇപ്പൊ പറഞ്ഞ വലിയൊരു കാര്യമുണ്ട്. അത് തന്നെ, സമാധാനമായിട്ട് അത് തന്നെ. ഇപ്പം നമ്മളിപ്പം പല VC ഇപ്പം നമ്മുടെ കൺട്രി തന്നെയാണെങ്കിൽ ഇതിപ്പോ ഇൻസ്റ്റന്റ് ജസ്റ്റിസിലോട്ടാണ് പോകുന്നത്. ഓക്കെ, ഹി ഡിഡ് സംതിങ് റോങ്, അവിടെ വെച്ച് ഷൂട്ട് ചെയ്ത് കൊല്ലുക, ഇവന്മാരെ അവിടെ വെച്ച് തന്നെ ഇരിക്കുക, അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ്. അങ്ങനെ ഒരു വളരെ ഒരു ജഡ്ജ്മെന്റൽ മെന്റാലിറ്റിയാണ്. ആൻഡ് ഇപ്പം നിങ്ങൾക്ക് കുറെ ഇൻസിഡൻസ് ഉണ്ട്. ഇപ്പൊ പറഞ്ഞ എൻകൗണ്ടേഴ്സ്, നോർത്ത് ഇന്ത്യയിലെ എൻകൗണ്ടേഴ്സ്, അപ്പാരന്റ്ലി പറഞ്ഞ കുറെ കാര്യങ്ങൾ, വികാസ്, ദീസ് തിങ്സ്, ഈ ഒരു ജഡ്ജ്മെന്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം, ദേ തിങ്ക് ദാറ്റ് ദിസ് ഇസ് ജസ്റ്റിസ്, റിയൽ ജസ്റ്റിസ്. ബട്ട് സി, beyond justice, justice is important, that's one thing, but beyond that, mercy triumphs over judgment, and grace is something even more. And you have to keep this in mind. Obviously, you may be student, but soon some of you may be consultant, some of you might be in position of where you have people working under you, or at least you will be supervising some other people. Please keep this in mind. Mercy triumphs over judgment. Okay, right. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ?
Okay, and then I'll just go ahead. See, Proverbs chapter 3. Proverbs chapter 3, verse 34, it says, God resists the proud and gives grace to the humble. Okay, it says God resists the proud and gives grace to the humble. Okay, ഇതിൽ why is this important? അല്ലെങ്കിൽ why is this important? അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് why does it? Because there is one type of pride called known as spiritual pride. Okay, ഞാൻ I have talked about this in some other messages also. There is something called spiritual pride. So one kind of pride has an adjective called spiritual pride. See, after turning to Christ, yes, Christ blesses us, changes us, and gives some ministry, and it is very possible. Very possible. Yes, it is possible. You develop a new kind of pride called spiritual pride. Okay, I think in I don't know which epistle actually it goes on to say that a bishop or someone who aspires to be bishop, he should not be a recent convert because he might be puffed up with spiritual pride. Anyway, so there is something called spiritual pride. So when we develop pride in our hearts, we put a block into receiving more and more grace from God. Why? Because yes, Proverbs 3:34 says, God resists the proud and gives grace to the humble. Okay, so when we have spiritual pride, there is a block, there is an obstruction in receiving more and more grace from God. We do not lose our salvation when we do not lose our salvation because it's a gift of God, and God will not take back His gifts. Romans 11:29 says, God's gifts and His call are irrevocable, but we won't grow in grace if we have that spiritual pride, and if we think of ourselves better than others, we will not be able to grow. We will not be able to. Humility is considering others better than yourselves. Humility is considering others better than yourselves. As we constantly humble ourselves, we are free to receive the abundant grace of God. See, എന്താ പറയുക, ഇതൊരു സംഭവമാണ്. ഹ്യൂമിലിറ്റി ഈസ് കൺസിഡറിങ് അതേഴ്സ് ബെറ്റർ ദാൻ യുവർ സെൽഫ്. ഞാൻ ഇപ്പൊ എൻ്റെ എക്സാമ്പിൾസ് കുറച്ച് സ്ക്യൂർഡ് ആണ്. എനിവേ എൻ്റെ ഒരു ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞപ്പോൾ എനിക്കിപ്പോൾ PG കോച്ചിങ്ങിനൊക്കെ പോയിക്കൊണ്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഷിബു ജോർജ് സാറാണ്. സാറ് END പഠിപ്പിക്കുന്ന ഈസ് വെരി അക്ലൈം ടീച്ചർ. അപ്പോൾ സാറ് ഇങ്ങനെയാണ് ഇവിടെ കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ള ഇതിന്റെ ആൻസർ എന്തായിരിക്കും. ഇപ്പം നമ്മളിപ്പോൾ ഫ്രണ്ട് ബെഞ്ചിലായിരിക്കും, നമ്മൾ കുറെ പൊട്ടത്തരൊക്കെ വിളിച്ച് പറയും. ഞാൻ ഇതുവരെ സാർ യു ആർ റോങ് എന്ന് പറഞ്ഞാൽ കേട്ടിട്ടില്ല. ഹി വിൽ സേ ഐ ഡു നോട്ട് എഗ്രി വിത്ത് യു കറന്റ്ലി. ഇങ്ങനെയാണ് സാർ പറയുന്നത്. ബിക്കോസ് അതൊരു കാര്യം. ഓക്കെ സാർ, ഐ ഡോണ്ട് നോ വാട്ട് എക്സാക്ട്ലി ഈസ് റീസൺ സാർ. മേ ബി ഈ പറഞ്ഞ പോലെ ഒരു തവണ ഇപ്പം തിങ്സ് ചേഞ്ച്. സി അവർ മെഡിക്കൽ സയൻസ് ഇസ് എൻ ഇംപെർഫെക്റ്റ് സയൻസ്. ഇന്ന് പറയുന്ന ഒന്നായിരിക്കില്ല നാളെ. ഇപ്പൊ ഞാൻ ഇന്ന് പറയുന്ന മണ്ടത്തരമായിരിക്കും ഒരു 10 വർഷം വരെ ശരിയാണെന്ന്. സോ സാർ വിൽ സേ ഐ ഡു നോട്ട് എഗ്രി വിത്ത് യു. ഐ ഡു നോട്ട് സേ യു ആർ റോങ്. ഇറ്റ് ഡസ് നോട്ട് സേ ദിസ് ഇസ് റോങ്. ഇറ്റ് ഈസ് ഐ ഡു നോട്ട് എഗ്രി വിത്ത് യു. I don't agree with you in this aspect. So I took that to mean this man is a literally authority. ഇപ്പൊ സാറ് പഠിപ്പിക്കാത്ത maybe 5 years back either സാറിന് ഡയറക്റ്റ് ക്ലാസ്സിൽ ഇരിക്കാത്തതോ അല്ലെങ്കിൽ സാറിന്റെ ഈ പറഞ്ഞ പോലെ മറ്റേ ആ ബുക്കുണ്ട് ഷിബു ജോർജ് റിവ്യൂ ഓഫ് END എന്ന് പറഞ്ഞാൽ ആ ഒരു ബുക്ക് ആയ പ്രോബ്ലി നോൺ വുഡ് ഹാവ് ബീൻ ദെൻ ഈ PG കിട്ടിയത്. എനിവേ ഇപ്പം സാർ അത്ര I'm just saying humility is considering ourselves whatever be your position. Okay, you might be the DME, you might be the Prime Minister of India. Humility is considering others better than yourselves, and as we constantly humble ourselves, we are free to receive the abundant grace of God. So there is a problem to see our heart, or what our heart as an intellect or whatever. The heart is very deceitful, and God sees the heart. Again, let me quote that. Another very relevant verse, I would say. The heart is very deceitful. Human heart. Okay, it's a very deceitful thing. A lot of things. God sees the heart. Hebrews chapter 4 verse 12. Hebrews chapter 4 verse 12. The word of the God is quick and powerful, sharper than any two-edged sword, piercing even to the dividing asunder of the soul and spirit, and the joints and the marrow. It is a discerner of the thoughts and intents of the heart. ഒരു അവസാനത്തെ വേർഡ് എനിക്ക് പറയാനുള്ളത്. The word of God is a discerner. Discern, or എന്താ പറയുന്നത്, discern between right and good. Whatever. Discerner of the thoughts and intents of the heart. Okay. So if you want to know whether there is a spiritual pride in you or whatever pride in you, go to the word. Go to the word. You will know.
അതർവൈസ് പറഞ്ഞാൽ യു ക്യാൻ ഗോ അലോങ് സിങ് ഐ പ്രേ ദിസ് മച്ച് ടൈം, ഐ അറ്റൻഡ് സോ മെനി മീറ്റിംഗ്. അതല്ല, കോൺസ്റ്റന്റ് എന്താ പറയുന്നത്, കോൺസ്റ്റന്റ് ടച്ച് അല്ലെങ്കിൽ കോൺസ്റ്റന്റ് ടച്ച് വിത്ത് വേർഡ് ഓഫ് ഗോഡ് മാത്രമേ ഉള്ളൂ. യു വിൽ ബി ഏബിൾ ടു നോട്ടീസ് ദിസ്, യു വിൽ ബി ഏബിൾ ടു നോട്ടീസ് ഈവൻ സ്റ്റിൽ പറയാനായിട്ടും സ്റ്റിൽ യു മൈറ്റ് മിസ്റ്റേക്ക്, ബിക്കോസ് ദ ഹ്യൂമൻ ഹാർട്ട് ഇസ് വെരി ഡിസൈറ്റ്ഫുൾ. ഹ്യൂമൻ ഹാർട്ട് ഇസ് വെരി ഡിസൈറ്റ്ഫുൾ. റൈറ്റ്. Okay. I think I missed something now. Let me just yeah, okay, fine. So in 1 Corinthians chapter 15 verse 9, 1 Corinthians chapter 15 verse 9, Paul writes, Paul says, I am the least of the apostles and do not even deserve to be called an apostle because I persecuted the church of God. Okay, now this is Paul. Okay, Paul later in another letter says, okay, I know a person who was in the spirit caught up to the third heaven. Anyway, that's a different thing altogether. Paul, actually one of the people who can really be called apostles. In biblical ministry, there are apostles, prophets, evangelists, pastors and teachers. Okay, apostles, prophets, evangelists, pastors and teachers. In that, apostle is a very high calling. But then this definitely we call him Apostle Paul. But Paul is saying, I am the least of the apostles and do not even deserve to be called an apostle because I persecuted the grace of God. Persecuted the church of God. In Galatians 6:14, Paul writes, may I never boast except in the cross of our Lord Jesus Christ, through which the world has been crucified to me and I to the world. Okay, may I never boast anything except in the cross of our Lord. So, നമുക്കിപ്പം ബോസ്റ്റ് ചെയ്യാൻ എന്തെങ്കിലും ഒരു സംഭവം ഉണ്ടെങ്കിൽ, ഇറ്റ്സ് നോട്ട് അവർ ഡിഗ്രി, ഇറ്റ് ഈസ് നോട്ട് അവർ ഇന്റലക്ട്, ഇറ്റ് ഈസ് നോട്ട് അവർ ഫാമിലി, ഇറ്റ്സ് നോട്ട് അവർ, ഇറ്റ്സ് ഓൺലി ദ ക്രോസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ക്രോസ് ഓഫ് ദ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ത്രൂ വിച്ച് വേൾഡ് ഹാസ് ബീൻ ക്രൂസിഫൈഡ് ടു മീ ആൻഡ് ഐ ടു ദ വേൾഡ്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, മറ്റേ unforgiveness, bitterness അല്ലെങ്കിൽ unforgiveness against people is like drinking poison yourselves and expecting the other person to die of it, and it is very stupid. It is very stupid. And God forgive us unconditionally. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഇതാണ്. God forgive, we are all sinners. Even as anything short of the sin means missing the mark. എനിത്തിങ് ഷോർട്ട്, പിന്നെ മറ്റേ എന്താ ഡിഷ് വാഷറിന്റെ അല്ലെങ്കിൽ വിംബാറിന്റെ ഒക്കെ ഒരു 99.99% ജേംസിനെ നശിപ്പിക്കും. സി ഈവൻ 99.99% is not enough. Only perfection is can be accepted in the sight of God. So we cannot, humanly we cannot. It's only through the grace of the Lord Jesus Christ that we achieve perfection or salvation like that. So God forgive us unconditionally. So we are supposed to forgive unconditionally. Sometimes when we are provoked by behavior of people, that puts hindrances from receiving God's grace. ഇപ്പം നമ്മുടെ ബിറ്റർനെസ് ഉണ്ടെങ്കിൽ നമുക്കാണ് അവർക്കൊന്നും പോകാനില്ല. അവരിപ്പം പറഞ്ഞ പിള്ളേരുടെ ആണെങ്കിൽ അവരിപ്പം പോസ്റ്റിംഗ് കഴിഞ്ഞ് അടുത്ത പോസ്റ്റിംഗ് ഉണ്ട്. They don't lose anything. It's us. Again, I don't know if I should say this. ഇപ്പം ഓക്കെ, കേൾക്കുന്നുണ്ടോ? കേൾക്കത്തില്ലേ? ക്ലിയർ അല്ലേ? പറയുന്നത് കേൾക്കുന്നില്ലേ? എനിവൺ? Okay. Yeah. ഇതിപ്പോ I'll just put another example. Maybe from another. ഇപ്പം എന്താ പറയുന്നത്? Yeah. ഇതിപ്പോ ഞങ്ങളുടെ ഒരു സൈക്കാട്രിസ്റ്റ് ഒരു CME-ക്കകത്ത് പറഞ്ഞതാണ്. ഇപ്പം I don't know. It's apparently എന്താ പറയുക സ്റ്റോറി ഫ്രം ബുദ്ധിസ്റ്റ് ലോർ. ബുദ്ധിസ്റ്റ് അവരുടെ കഥകളിൽ നിന്നുള്ളൊരു എന്താ പറയുന്ന ഒരു സ്റ്റോറി പോലെയാണ്. There was an എന്താ പറയുന്നത് teacher or Buddhist teacher or a priest, you can say Buddhist priest or Shaolin religion or something like that. There is a big priest or പറഞ്ഞ പോലെ monk അതാണ് Buddhist monk and also his disciple were there. And so obviously this Buddhist monk, they has taken the vow of asceticism or celibacy and all that thing. And they were ഒരു റിവറിന്റെ അവിടെ നിൽക്കുക, അവർക്ക് ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം, റിവറിന്റെ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോകണം. And then എന്താ പറയുന്നത് അപ്പൊ apparently എന്താ പറയുക അവിടെ തന്നെ there was another beautiful woman was staying there also. And she also wanted to cross. And the monk asked, why are you staying here? The monk and the disciple were planning to cross over the river. And monk just asked this woman, oh, I want to cross, I have some important errand there, but I am afraid. And he didn't say, okay, shall I help you? And apparently it is said that the monk carried the woman over and placed her on the other bank, and he went on his way. The disciple also followed. And maybe 1 hour passed,
2 hours passed and around 6 hours passed. Later, the disciple told the monk. Disciple asked the monk, "Master, okay, you are a monk. You are a monk of the എന്താ പറയുക ഈ ഒരു whatever their sect. Okay, you are a priest of whatever sect of this thing, and how can you take this woman and go like that? Doesn't that not affect your laws and things like that?" What the monk said was, "I put the woman on over the banks immediately after crossing. You are still carrying her." Okay. Again, okay. I put that woman over the bank immediately after I crossed over, but you are still carrying. What does that say? If you have, I'm just saying, if you have, ഇതൊരു വളരെ ഒരു ക്രൂഡ് ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ ജസ്റ്റ് പറഞ്ഞ അത്രേ ഉള്ളൂ. We have bitterness or we have എന്താ പറയുന്നത്, we have something against them, we do not like that person or something. ആ ഒരു ചെറിയ ഈവൻ ആ ഒരു പ്രൈഡ് ആകുക കാരണം ഒരു ചെറിയൊരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും. വിൽ നോട്ട് ഹാവ് ദാറ്റ് പീസ് ഓഫ് മൈൻഡ്. പ്രത്യേകിച്ച് ഇപ്പം ഈ പറഞ്ഞ പോലെ ഇപ്പം HOD റിപ്പോർട്ട് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് മനസ്സിലൊരു സങ്കടമായിരിക്കും, മറ്റൊരു സങ്കടം, അതൊരു ദാറ്റ് ഇസ് എ ഹിൻഡ്രൻസ്, ദാറ്റ് ബിക്കംസ് എ ഹിൻഡ്രൻസ്. സോ അതാ പറയുന്നത്, ഓക്കെ, തൽക്കാലം എന്തെങ്കിലും വേണമെങ്കിൽ ഇറ്റ്സ് നോട്ട് ലൈക്ക് യു ഷുഡ് എന്താ പറയുന്നത് ആക്സെപ്റ്റ്, ഓക്കെ നിങ്ങളിങ്ങനെ ചെയ്യുന്നത് ഇങ്ങനെ ആയിക്കോ, അല്ലെങ്കിൽ എന്ത് വേണമെങ്കിൽ തോന്നിയ ദിവസം ആയിക്കോ, അങ്ങനല്ല പറയുന്നത്. യു ഷുഡ് ബി ക്ലിയർ, ഓക്കെ യു ഡിഡ് ഈസ് റോങ്, but I understand, but you should be like that and like അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. So make sure at times you'll have to make some tough calls, but that does not make sure that there is no bitterness, there is no ulterior or ഒരു ഉള്ളിലൊരു നെഗറ്റീവ് തോട്ട്സ് അല്ലെങ്കിൽ ഉണ്ടാകാൻ പാടില്ല. ഓക്കെ, we will close soon. So again, ഞാൻ ഈ ഒരു ഇൻസിഡന്റ് നടന്നുകൊണ്ടിരുമ്പോൾ I was going through Corinthians, 1 Corinthians chapter 13. Okay, 1 Corinthians, very very well read verses. It says, "If I speak in the tongues of men or angels but do not have love, I am only a resounding gong or a clanging cymbal. If I have the gift of prophecy and can fathom all the mysteries and knowledge, and if I have faith that can move mountains but I do not have love, I am nothing. If I give all my possessions to the poor and give over my body to hardship that I may boast but do not have love, I am nothing." ഇതാണ് ഇനി അടുത്തതാണ് ശരിക്കുള്ള സമയം. ഓക്കെ, ലവ് ഇസ് പേഷ്യന്റ്, ലവ് ഇസ് കൈൻഡ്, it does not envy, it does not boast, it is not proud. Love is not proud. It does not dishonor others, it is not self-seeking, it is not easily angered. I repeat, it is not easily angered, it keeps no record of wrongs. Okay, 770 എന്ന് പറഞ്ഞു, അതല്ല, even beyond that 770 അല്ല, love does not keep any records of wrong. Love does not delight in evil but rejoices with the truth. ഞാൻ പറഞ്ഞ it's not എന്താ പറയുക accepting or there or let them do what they want, no, but rejoices in truth. It always protects, always trusts, always hopes, and always perseveres. My brothers and sisters, keep this in mind. Okay, love, it always protects, always trusts, always hopes, always perseveres. ഇപ്പം ഈ അടുത്ത ഓൾവേസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ probably maybe in days forward maybe couple of you will be ഇവിടുത്തെ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സോ അങ്ങനെയൊക്കെ ആവുമായിരിക്കും. I'm just saying, ഇപ്പം എവരി വൺ സ്റ്റാർട്ട്സ് ഔട്ട് വെരി ഗുഡ്, ഓക്കെ പഠിപ്പിക്കണം, പിള്ളേരെ ഇത് ചെയ്യണം, ക്ലാസ് എടുക്കണം, ഇങ്ങനെയൊക്കെ ആയിരിക്കും. കുറച്ച് കാലം പിള്ളേരെ ക്ലാസ് വരാതാവും, ക്ലാസ് ഇരുന്ന് വേറെ എന്തെങ്കിലും ഫോൺ നോക്കിക്കൊണ്ടിരിക്കും. ആഫ്റ്റർ വൈൽ വി ബിക്കം ഹാർഡ് ഓഫ് ഹാർട്ട്, പിന്നെ അത് കഴിഞ്ഞ് റിലാക്സ് ആവും, പിന്നെ പിള്ളേർ വേണമെങ്കിൽ പഠിച്ചായി എന്താണ് അങ്ങനൊരു ഇതാണ്. ബട്ട് keep this mind, okay, what is it? It always protects, always trusts, always hopes. പിള്ളേർ ശരിയാകുക. അപ്പൊ ആ ഒരു ബിറ്റർനെസ് അല്ലെങ്കിൽ ആ ഒരു ഇത് ഉള്ളിൽ കാണുന്നത് കീപ്പ് ഓൺ എന്താ പറയുക, നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ഓഫ് ചെയ്യുന്ന അതേ ഒരു ഡിമീനർ തന്നെ you have to keep on going, you have to always trust, always hope, and always perseveres. Okay, love never fails, but where there are prophecies, they will cease. Where there are tongues, they will be stilled. Where there is knowledge, it will pass away. Let me repeat, where there is knowledge, it will pass away. For we know in part, we prophesy in part, but when completeness comes, what is in part disappears. Again, goes on. ഇതറിയാം, when I was a child, I spoke like a child, thought like a child, reasoned like a child. When I became a man, I put childhood things behind me. For now, we only see a reflection in the mirror, then we will see face to face. Now I know in part, then I know I shall know fully, even as I am fully known. Now, these three remain: faith, hope, and love. But the greatest of these is love. Let me read, and only these three remain: faith, hope, and love, and the greatest of love.
Okay, just keep this in mind in the days forward. Okay, I will like to stop by saying, ഇപ്പം അജിത ഓക്കെ അജിത അപ്പം കിഡ്സ് വിൽ ബി റിട്ടേണിങ് ഇപ്പം എന്താ പറയുന്നത് ഡിസംബർ അവസാനം ഇവിടെ റിട്ടേൺ ഐ ഡെഫിനറ്റ്ലി എന്തായാലും നിങ്ങളുടെ ബാച്ചിൽ തന്നെ ഇഷ്യൂസ് ഉള്ള ഓൾറെഡി ഇഷ്യൂസ് ഉള്ള പിള്ളേരെ എനിക്കറിയാം. അങ്ങനെയല്ല പറഞ്ഞത്, ദർ ആർ പീപ്പിൾ വിച്ച് ഇഷ്യൂസ് ഡെഫിനറ്റ്ലി. ഇപ്പൊ തിരിച്ച് ഇത്രയും കാലം നിങ്ങൾ വീട്ടിലായിരുന്നു, വീട്ടിലെ ഇഷ്യൂസ് പ്രോബ്ലംസ് കാണും. ഇവിടെ വരുമ്പോൾ ഒരു വലിയൊരു അൺസർട്ടൺ ഇതാണ്. മേക്ക് ഷുവർ ദാറ്റ് ഓക്കെ അങ്ങനെ എന്തെങ്കിലും ഉണ്ട്, യു ഫീൽ സംതിങ് ഈസ് അമിസ്, എന്താ പറയുന്നത്, ജസ്റ്റ് ലെറ്റ് us know. ഇപ്പൊ എന്നെ ഡയറക്റ്റ് ആയിട്ട് ഇപ്പം പറയണമെന്ന് മേ ബി സം ഫാക്കൽറ്റി, സം ഓഫ് യുവർ ഫാക്കൽറ്റി, ലെറ്റ് പീപ്പിൾ നോ. ഇപ്പം നിങ്ങൾക്ക് അറിയാമായിരിക്കും ആലപ്പിയിൽ ഇതുപോലെ ഒരു ഫൈനൽ MBBS സ്റ്റുഡന്റ് സൂയിസൈഡ് ചെയ്തു. വി സ്റ്റിൽ ഡോണ്ട് നോ എന്താണ് റീസൺ, എന്താണെന്ന് അറിയത്തില്ല. പറയുന്നത് എന്തോ വീട്ടിൽ ഫിനാൻഷ്യൽ പ്രോബ്ലം എന്താണെന്നാണ്. ആലപ്പി കോളേജിൽ വന്നു ഹോസ്റ്റൽ മുറിയിൽ ഹാങ് ചെയ്യുമായിരുന്നു ചെയ്യുന്നത്. അനിയോ രാഹുൽ രാജ് ഞാൻ അവിടെ ആലപ്പിയിൽ ഉണ്ടായത് കണ്ടിട്ടുണ്ട് ചെക്കന. We don't know. So there will be things like that. So be on the lookout. Yes, you are your brother's keeper. അപ്പോൾ ഞാൻ പ്രായത്തിലെ ഹൗസ് ഫ്രണ്ട്സിനോട് അങ്ങനെ പറഞ്ഞേക്കുന്നത്. അവിടെ വരുമ്പോൾ പിള്ളേരോട് ചോദിക്കുക, എന്തെങ്കിലും പ്രത്യേകിച്ച് ടെൻഷൻ ഉണ്ടോ, ബേജാറുണ്ടോ, സങ്കടം ഉണ്ടോ, ഉള്ളിൽ എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെ ചോദിക്കുക. ചോദിച്ചിട്ട് അവർ പറഞ്ഞെങ്കിൽ നമുക്കിപ്പോൾ ഒന്നും ചെയ്യാമല്ലോ. പക്ഷെ ചോദിക്കാതിരിക്കുന്നത് ദാറ്റ് വിൽ ബി ഡിനൈയിങ് ദം. ഓക്കെ, കേട്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ പിള്ളേരെ, ഫസ്റ്റ് ഇയർ പിള്ളേരെ. ഓക്കെ, റൈറ്റ്. Does anyone else like to add? Anyone else like to add anything more? I think today's message is a very relevant message. കാരണം അനൂപ് പറഞ്ഞത് ശരിക്കും എനിക്ക് ഇവിടെ ഹൗസ് സർജൻ ആരാ ഉള്ളത്? ഹൗസ് സർജൻസ് ആരെങ്കിലും ഉണ്ടോ? ഞാൻ ഹെപ്സിബയെ വിളിച്ചായിരുന്നു മാഡം. ഹെപ്സിബ എന്തോ തിരക്കാണ് പറഞ്ഞു. ബാക്കി എല്ലാവരും സ്റ്റുഡൻസ് അല്ലേ? ബാക്കി എല്ലാവരും സ്റ്റുഡൻസാ മാഡം. ആക്ച്വലി ഹൗസ് ഏജൻസിയിൽ കയറി കഴിയുമ്പോഴാണ് നമുക്ക് അതുവരെ നമ്മളിപ്പോ സ്റ്റുഡന്റ് പീരീഡിൽ നമുക്ക് ഉണ്ടാവുന്ന ചെറിയ ചെറിയ ഫ്രസ്ട്രേഷൻസ് എന്ന് പറയുന്നത്, ഇപ്പം സാർ നമ്മളെ വഴക്ക് പറഞ്ഞു, അല്ലെങ്കിൽ ചിലപ്പോ യൂണിറ്റ് ചീഫ് വഴക്ക് പറഞ്ഞു, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളായിരിക്കും. പക്ഷെ ഹൗസ് ഏജൻസി തുടങ്ങുമ്പോൾ നമ്മള് ബിസി ആവും. അതേപോലെ പി ജി ലൈഫ് ആകുമ്പോഴേക്കും അതിൽ കൂടുതലാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മളെ ചീഫുമാര് ഇപ്പൊ അനൂപ് പറഞ്ഞ ചീഫ് നമ്മളെ ആയിരിക്കും പറയുക. ഹൗസ് ഏജൻസി എന്ത് ചെയ്താലും, പേഷ്യന്റ് എന്ത് ചെയ്താലും, ആരൊക്കെ എന്ത് ചെയ്താലും ചീഫുമാർ നമ്മളോടായിരിക്കും. അപ്പൊ നമ്മള് ആ ഒരു സ്ട്രെസ് ഉണ്ട്, നമ്മള് റെസ്പോൺസിബിലിറ്റിന്റെ സ്ട്രെസ് ഉണ്ട്, പ്ലസ് നമ്മളെ വർക്കിന്റെ സ്ട്രെസ് ഉണ്ട്. അതിന്റെ കൂടെ ഈ ഒരു സിറ്റുവേഷനും കൂടി ആവുമ്പം നമ്മളെ ഈ ഗ്രേസും മേഴ്സിയും ഒക്കെ പലപ്പോഴും മറന്നു പോകും. നമ്മളുടെ ടെമ്പറമെന്റ് അല്ലെ, നമ്മളെ കൺട്രോൾ നമ്മളെ കയ്യിൽ നിന്ന് വിട്ടു. അപ്പൊ നമ്മൾ ഇതേപോലെ ആയിരിക്കും. പക്ഷെ ഇന്ന് ശരിക്കും ഐ റിയലി താങ്ക് ഗോഡ് ഫോർ ദിസ് മെസ്സേജ് അനൂപ്. കാരണം അനൂപ് പറഞ്ഞ പോലെ തന്നെ നമ്മള് ആ ഒരു ബിറ്റർനെസ് ആണ്, പിന്നെ ആ ഒരു നമ്മുടെ ഉള്ളിലത്തെ ആ ബിറ്റർനെസിന്റെ കോൺസിക്വൻസ് ആണ് the incident that happened later that you said now. Yes, അപ്പം അത് നമ്മളുടെ എല്ലാവരും we all have gone through such incidents, and most probably നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾ ഹൗസ് ഏജൻസിയിലും പി ജി ലൈഫിലൊക്കെ you will face such incidents. അപ്പൊ പക്ഷെ അതില് നമ്മള് എങ്ങനെ നമ്മള് ഈ ബിറ്റർനെസ് അല്ലാതെ, അല്ലെങ്കിൽ നമ്മള് പീസ്ഫുൾ ആയിട്ട് എങ്ങനെ ഓരോരോ കാര്യങ്ങൾ ഡീൽ ചെയ്യാം. കാരണം ഒരു സമയത്ത് നമ്മള് ടെമ്പർ ലൂസ് ചെയ്തു, അല്ലെങ്കിൽ നമ്മള് ഇഫ് വി ഫെയിൽ ടു ഷോ മേഴ്സി ആൻഡ് ഗ്രേസ്, ഈ ബിറ്റർനെസ് നമ്മുടെ ഉള്ളിലുള്ളപ്പം there is a series of another problems that we have to tackle. And by the grace of God, Anup was able to be less defensive in the later situation. അതുകൊണ്ട് തന്നെ കുറെ that is grace of God. Like God's grace is always with us. It's God who empowers us always. അപ്പം പിന്നെ വേറൊരു കാര്യം, ജഡ്ജിങ് ആവുമ്പോ നമ്മള് when we look at the life of Jesus was never judging, like even towards the sinful woman, towards the tax collector, Jesus was never judging. അപ്പൊ നമ്മൾ ജഡ്ജിങ് ആയിക്കഴിഞ്ഞാൽ we will fail to show mercy. അപ്പൊ അതുകൊണ്ടാണ് mercy triumphs of a judgment. നമ്മള് if we judge others, we will fail to show mercy. And humility considering other person better than ourselves, that's the most important thing. When we are humble, we'll be able to love another person, we will be able to show mercy, and only then ഈ പറഞ്ഞ എല്ലാ സിറ്റുവേഷൻസ്, ആൻഡ് ഓൺലി നമ്മൾ ഒരിക്കലും വിചാരിക്കേണ്ട when we show mercy we will fail to act justly എന്ന് വിചാരിക്കണം. കാരണം it's the verse of God to act justly, to love mercy and to walk humbly with God. So if
we walk with God, we'll be able to show mercy, and God will guide us to give justice to the needy person. അപ്പം thank you once again Anu for today's message. Sir, anything else to add? പ്രത്യേകിച്ച് ഒന്നുമില്ലേ, നമുക്ക് പയ്യെ ക്ലോസ് ചെയ്യാം. Anyone else would like to add anything? ഓക്കെ, അങ്ങനെയാണെങ്കിൽ അജിത ഒന്ന് പ്രാർത്ഥിക്കാവോ? അജിത ഒന്ന് പ്രാർത്ഥിച്ച് ക്ലോസ് ചെയ്യാവോ? അജിത. ആ, ഞങ്ങൾ അതിവാത്സരമായി സ്നേഹിക്കുന്ന വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, പരിശുദ്ധമായ ഈ നേരം അങ്ങയുടെ മുമ്പിൽ തലകളെ വണക്കാനായി തന്ന കൃപയോർത്ത് നന്ദി പറയുന്നു. ഇന്ന് ഈ മീറ്റിങ്ങിൽ വന്നു ചേർന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. എന്നൊരു നല്ല മെസ്സേജ് തന്ന അനുപേട്ടനെ ആയി പ്രാർത്ഥിക്കുന്നു. ഗ്രൂപ്പ് ഇന്നത്തെ മീറ്റിങ്ങിൽ വന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു നാഥ. ഈ കഴിഞ്ഞ കാലങ്ങൾ മൊത്തം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച കൃപയോർത്ത് നന്ദി പറയുന്നു. ഇപ്പോൾ ഈ കോവിഡ് കാലത്ത് അസുഖങ്ങളായി ആശുപത്രികളിലായിരിക്കുന്ന എല്ലാവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും കാത്തു സൂക്ഷിക്കണമേ നാഥ. അടുത്ത ആഴ്ച അടുത്ത മീറ്റിങ്ങിലും കൂടി ചേരുവാൻ കൃപ നൽകണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. Okay, then we'll end the meeting now.